എല്ലാവർക്കും നമസ്കാരം. പുതിയ യാത്രയുടെ ഒരു വിവരണമാണ് ഇതിലുള്ളത്. ജെറുസലേമിലേക്കാണ് ഇന്നത്തെ യാത്ര. ടെലവീവിൽ നിന്നും ട്രെയിനിനാണ് പോയത്. ജെറുസലേം സ്റ്റേഷനിൽ നിന്നും ഒരു പട്ടാളക്കാരനെ കൂട്ടുകിട്ടി. അദ്ദേഹം പറയേണ്ട വഴിയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ടെമ്പിൾ മൗണ്ടിലെത്തി. അവിടെ ചർച്ച് ഓഫ് ഹോളി സെപ്പൾച്ചർ അങ്ങോട്ടുള്ള വഴിയാണിത്. അതിനകത്തൂടെ കയറി കുറച്ച് ദൂരം നടക്കാനുണ്ട്. രണ്ട് സൈഡിലും ഒരുപാട് കച്ചവടക്കാരും കച്ചവടങ്ങളൊക്കെ ഒരുപാടുണ്ട്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. കോൺസ്റ്റന്റീൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ദേവാലയമാണ് ഇത്. ഏതാണ്ട് AD 326 തറക്കല്ലിടയിൽ കഴിഞ്ഞ് 335 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. 1990 അത് പൊളിച്ചു. വീണ്ടും 1948 കോൺസ്റ്റന്റീൻ 9 അത് പുനർനിർമ്മിച്ചു. കുരിശിൻ്റെ വഴിയുടെ 4 ഭാഗങ്ങളോളം ഇതിനകത്ത്, ഈ ദേവാലയത്തിനകത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ വന്ന വഴികളിലാണ് കുരിശിൻ്റെ വഴികളിലെ കാര്യങ്ങളുള്ളത്. നമ്മൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചു. ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്, നേരെ മുമ്പിൽ കാണുന്നതാണ് ഈശോയെ കുരിശിൽ നിന്നും ഇറക്കി കിടത്തിയ സ്ഥലമാണത്. ആ ഒരു കല്ലാണ് അവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ജപമാല, കുരിശ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയാൽ അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. എന്തായാലും എന്നോട് എൻ്റെ ആഗ്രഹങ്ങളിൽ പോലും ഇല്ലാതിരുന്നൊരു കാര്യമാണ് തമ്പുരാൻ ഇങ്ങനെ എനിക്ക് സാധിച്ചു തന്നത്. അത് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞുപോയി. ഇത് കല്ലറയാണ്, ഉയർത്തെഴുന്നേറ്റ സ്ഥലം. ഇതാണ് കല്ലറയുടെ അതിൻ്റെ പുറംഭാഗമാണിത്. അതിനകത്താണ് നമ്മൾ കണ്ടത്. ഈ ഭാഗത്തിന് നേരെ മേൽഭാഗം ആകാശത്തേക്ക് തുറന്നാണ് ഇരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് മേലെ ഇതിന് ഈ ഇറക്കി കിടത്തിയ കല്ലിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ഇത് കർത്താവിനെ കുരിശിൽ തറച്ച സ്ഥലമാണ്. ഈ പാറ ഇതിൻ്റെ തൊട്ട് മുകളിലാണെന്നുള്ളത്. ഈ പാറയുള്ളത് ഇതൊരു പാറയാണ്, ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. രക്തമൊഴുകി അതിലെ വന്ന് ആ പാറയിൽ വീണു എന്നാണ് പറയുന്നത്. ആ പാറയുടെ അംശങ്ങൾ ഇപ്പോഴും അടുത്തെടുത്താൽ അതിൽ ചുവപ്പ് കളറാണ് എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു നിർമ്മിതിയാണിത്. ആ ഒരു പ്രദേശങ്ങൾ മാത്രമല്ലാതെ വലിയൊരു നിർമ്മിതിയാണ്. 3-4 സഭാവിഭാഗങ്ങളാണത് അതിൻ്റെ മൊത്തം നിയന്ത്രണങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതാണ് ഈശോയെ കുരിശിൽ തറച്ച സ്ഥലം. അവിടെ ആ രൂപം വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. ഞാൻ അവിടെയും പോയി പ്രാർത്ഥിച്ചു. കല്ലറയ്ക്കകത്തും കയറി പ്രാർത്ഥിച്ചു. ഞായറാഴ്ചയാണ് ഞാൻ പോയത്. അവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഈ 3 സ്ഥലങ്ങളും കാണാം, 2 സ്ഥലങ്ങളും കാണാം. ഇതിനകത്തൂടെ പുറത്തേക്ക് ഇറങ്ങി മോൾ ഭാഗത്തുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ പെട്ടെന്നൊരു ദിവസത്തെ ഒരു പകലത്തെ അവധിക്ക് അങ്ങനെ ഇനി അടുത്ത ദിവസം ജെറുസലേമിൽ പോകുമ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.